ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഹെഡ്സ് ഓഫ് ഇൻകം ഒരു മെജോറിറ്റി ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നത്തോടെയും പിന്നെ മേ ബി ഇന്ന് കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. സാലറി കവർ ചെയ്യാനുള്ളൊരു പ്ലാനാണ്. സോ നമ്മൾ ഡെയിലി കവർ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ കവർ ചെയ്ത് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ചെയ്ത് പോകണം, അല്ലെങ്കിൽ പണിയാണ്. സബ്ജക്റ്റ് തീരില്ല, അതിന് മാത്രം ഉണ്ട് നമുക്ക് കുടിക്കാൻ. ഓക്കെ, സബ്ജക്റ്റ് തീരത്തുമില്ല, അറ്റംപ്റ്റിന് 2 എണ്ണം കൂടെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഉള്ള സമയത്ത് കവർ ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി മാത്രമേ നമുക്ക് നടക്കൂ. സോ നമുക്ക് ഡയറക്ട്ലി ക്ലാസ് തുടങ്ങാം. നമ്മളിന്ന് കവർ ചെയ്യുന്നത് സാലറിയാണ്. നിങ്ങൾക്കറിയാം, അത്യാവശ്യം ഒരു ലെങ്തി ടോപ്പിക്കാണ് സാലറി. പല സ്റ്റുഡൻസും പറയാറുണ്ട് എക്സാമിന്റെ ടൈം ആകുമ്പോൾ അവസാനം പഠിക്കാൻ സമയമില്ലാതെ വിടുന്ന ഒരു ഏരിയയാണ് സാലറി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഇൻ മൈ ഹോണസ്റ്റ് ഒപ്പീനിയൻ. പിന്നെ മറ്റ് ഹെഡ്സിനെ അപേക്ഷിച്ച് ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, കുറച്ച് ട്രിക്കി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. കുറെ ഏരിയാസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്, അത് സത്യമാണ്. പക്ഷേ അതിനേക്കാൾ സാലറി എന്ന വാക്കിന്റെ ഡെഫിനിഷൻ തന്നെ ഈ ഒരു ഹെഡില് പല സ്ഥലത്തും പല മീനിങ് ആണ്. ഓക്കെ, ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ പക്ഷെ അതൊക്കെ നമുക്ക് ഒരു കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കി കൺസെപ്റ്റ് ഒക്കെ പ്രോപ്പറായിട്ടൊന്ന് വായിച്ചു പഠിച്ചാൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ടോപ്പിക്കാണ്. സാലറിന് പൊതുവെ ക്വസ്റ്റ്യൻസ് ഉള്ളതൊക്കെ വളരെ ഈസിയാണ്. ഓക്കെ, പിന്നെ അമെന്റ്മെന്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ഒരു പതിവുണ്ട്. ചിലപ്പോൾ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കാണാം. ഞാൻ ഇടയ്ക്ക് ഷെയർ ചെയ്ത ചാപ്റ്റർ വൈസ് അനാലിസിസ് നിങ്ങളൊന്ന് നോക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവും ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ ഈ PGBPയും ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ പറയുന്ന പോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കൺസെപ്റ്റ് ആണ് സാലറി. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ സാലറി ഒട്ടും ഡിഫിക്കൽട്ട് അല്ല. ഓക്കെ, സാലറി കുറച്ച് ട്രിക്കി ആയിട്ട് ഫീൽ ചെയ്യാം, പക്ഷെ ഒട്ടും ഡിഫിക്കൽട്ട് അല്ല. സാലറി ഒരു തവണ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ സാലറി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, എക്സാമിന് ഒരുപാട് ദിവസങ്ങളില്ല. അപ്പോൾ ഉള്ള ദിവസം കൊണ്ട് നമുക്ക് ഇതെല്ലാം കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ മതി, പാസ്സായിക്കോളും. തീർച്ചയായിട്ടും പാസ്സാവും. ഓക്കെ, 1-2 സ്റ്റുഡൻസിനോട് ചോദിച്ചായിരുന്നു, ഇപ്പൊ പഠിച്ചാൽ പാസ്സാകുമെന്ന്. തീർച്ചയായിട്ടും പാസ്സാകും കേട്ടോ, ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. പക്ഷെ ഇപ്പൊ തുടങ്ങണം, ഇനിയും ലേറ്റ് ആയിക്കൊണ്ടിരിക്കല്. ഇപ്പൊ തുടങ്ങണം, എങ്കിൽ പാസ്സാവും. ഓക്കെ, ലെക്ചർ നോട്ട്സ് എഴുതി പോകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ലെക്ചർ നോട്ട്സ് എഴുതണം. സോ സാലറി എന്ന ഹെഡിൽ ഇൻകം ചാർജ് ചെയ്യണമെങ്കിൽ ഉള്ള ഒരു ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്, അറിയാവോ? ഏതാ ബേസിക് കണ്ടീഷൻ അറിയാവോ? ബേസിക് കണ്ടീഷൻ ടു ചാർജ് ആൻ ഇൻകം ഇൻ ദി ഹെഡ് അണ്ടർ ദ ഹെഡ് സാലറി. ബേസിക് കണ്ടീഷൻ അറിയാമോ? യെസ്, അതെ. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഇതാണ് ബേസിക് കണ്ടീഷൻ. ഓക്കെ,
സാലറി എന്ന ഹെഡിൽ ഒരു ഇൻകം ചാർജ് ചെയ്യണമെങ്കിൽ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് there should be an employer and employee relationship. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ബാക്കി ഏതൊക്കെ കണ്ടീഷൻസ് ആയില്ല എങ്കിലും ഈ ഒരൊറ്റ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. നിർബന്ധമാണ്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ വിട്ടൊരു പരിപാടിയില്ല. നെക്സ്റ്റ് വൺ. So, before charging an income under the head salary, we should definitely check whether there is an employer-employee relationship. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഓക്കെ, നമുക്ക് ധൈര്യമായിട്ടൊരു ഇൻകം സാലറി എന്ന ഹെഡിൽ തന്നെ ടാക്സ് ചെയ്യാം, കുഴപ്പമില്ല. ഈ ഒരു കണ്ടീഷൻ ഇല്ലെങ്കിലാണ് നമ്മൾ നേരെ PGBP-യിലേക്കും പിന്നെ IFRS-ലേക്കൊക്കെ നമ്മൾ പോകുന്നത്. സോ ഈ ഒരു കണ്ടീഷനാണ് നമ്മുടെ ഒരു ബേസിക് കണ്ടീഷൻ. നെക്സ്റ്റ് വൺ. കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണ്ട ചില ഇൻസ്റ്റൻസസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഡയറക്ടർ റെമ്യൂണറേഷൻ. ഡയറക്ടർ റെമ്യൂണറേഷൻ ഓക്കെ. ഡയറക്ടർ റെമ്യൂണറേഷൻ നമ്മൾ ഏത് ഹെഡിലാണ് ചാർജ് ചെയ്യുന്നത്? ഡയറക്ടർ റെമ്യൂണറേഷൻ നമ്മൾ ഏത് ഹെഡിലാണ് ടാക്സ് ചെയ്യുന്നത്? ഡയറക്ടർ റെമ്യൂണറേഷൻ. ഒരു ട്രിക്കി ആയിട്ട് തോന്നാവുന്ന ഒരു ഇൻകമാണ് ഡയറക്ടർ റെമ്യൂണറേഷൻ. ഡയറക്ടർ റെമ്യൂണറേഷൻ നമ്മൾ ഏത് ഹെഡിലാണ് ടാക്സ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മളൊരു ഹെഡ് ഇവിടെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നോക്കണം. ഈ ഡയറക്ടർ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് if it is paid to a whole-time director, if it is paid to a whole-time director, it will be taxed under the head salary. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഓൾ ടൈം ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ എംപ്ലോയി ആണ്. ഓക്കെ, സോ ഹോൾ ടൈം ഡയറക്ടർ അല്ല. ഇനിയിപ്പം അതർ ഡയറക്ടർ, മേ ബി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ഓക്കെ, ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അല്ലെങ്കിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, കമ്പനിയുടെ എംപ്ലോയീസ് അല്ലാത്ത ഡയറക്ടേഴ്സ്, അവർ റിസീവ് ചെയ്യുന്ന ഇൻകം പക്ഷേ ചാർജ് ചെയ്യുന്നത് നേരെ നമ്മുടെ IFOS-ലാണ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഇൻകമാണ് ഡയറക്ടർ റെമ്യൂണറേഷൻ. നമ്മളിവിടെ ഒരു സാലറി നേച്ചറിലുള്ള ഡയറക്ടർ റെമ്യൂണറേഷനെ പറ്റി സംസാരിച്ചത്. നെക്സ്റ്റ് വൺ, ഡയറക്ടർ സിറ്റിംഗ് ഫീ. അതായത് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ്, ഓരോ ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് ഡയറക്ടറിന് ഒരു റെമ്യൂണറേഷൻ കൊടുക്കണം. ഡയറക്ടർ സിറ്റിംഗ് ഫീ. ഡയറക്ടർ സിറ്റിംഗ് ഫീ ഈസ് ടു ബി ടാക്സ്ഡ് അണ്ടർ IFOS. ബേസിക്കലി നിങ്ങളെപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് വോൾ ടൈം ഡയറക്ടർ ആണെന്ന് നോക്കുക. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻസിന്റെ നേച്ചർ വെച്ച് വോൾ ടൈം ഡയറക്ടർ ആണോ നോക്കുക. വോൾ ടൈം ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അത് പറയാൻ പറ്റും. ഹി ഈസ് ആൻ എംപ്ലോയി ഇൻ ദിസ് ഓർഗനൈസേഷൻ, ഹി ഈസ് എംപ്ലോയി ഓഫ് ദിസ് കമ്പനി. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഡൗട്ട് ഒന്നുമില്ല, നമുക്ക് നേരെ സാലറി തന്നെ ആ ഇൻകം കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ട്രിക്കി സിനാറിയോ എന്ന് പറയുന്നത്, ലെറ്റ്സ് സേ ട്രിക്കി അല്ല, ഇതൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. പെൻഷൻ ടു റിട്ടയേർഡ് എംപ്ലോയി. പെൻഷൻ ടു റിട്ടയേർഡ് എംപ്ലോയി ഏത് ഹെഡിൽ നമ്മൾ ടാക്സ് ചെയ്യും? പെൻഷൻ ടു റിട്ടയേർഡ് എംപ്ലോയി നമ്മൾ ഏത് ഹെഡിലാണ് ടാക്സ് ചെയ്യുന്നത്? സാലറി തന്നെ. കാരണം ഓൾറെഡി ഈ പെൻഷൻ എന്ന് പറയുന്നത് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പ്രകാരം കൊടുക്കുന്ന ഒരു എമൗണ്ട്. സോ ബേസിക്കലി ഇറ്റ് ഷുഡ് ബി ചാർജ്ഡ് അണ്ടർ സാലറി. നെക്സ്റ്റ് വൺ, ലൈക്ക് ഫാമിലി പെൻഷൻ ഓർ പെൻഷൻ received by family members of a
ഡിസീസ്ഡ് എംപ്ലോയി, അതായത് ഒരു എംപ്ലോയിയുടെ മരണശേഷം അയാളുടെ ഫാമിലി മെമ്പേഴ്സിന് പെൻഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഇൻകം നമ്മൾ ചാർജ് ചെയ്യേണ്ടത് ഏത് ഹെഡിലാണ്? ഏത് ഹെഡിൽ ചാർജ് ചെയ്യണം? IFOS. സാർ അതെന്തുകൊണ്ടാണ്? ഇത് ബേസിക്കലി ഒരു പെൻഷൻ തന്നെയല്ലേ? എന്തുകൊണ്ടാണ് നമ്മളിവിടെ സാലറിയിൽ ടാക്സ് ചെയ്യാത്തത്? എന്താണ് ആൻസർ? ഈ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ എംപ്ലോയറും തമ്മിൽ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല. ഓക്കെ, അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഇപ്പൊ വൈഫാണ് ഈ എമൗണ്ട് റിസീവ് ചെയ്യുന്നതെങ്കിൽ ഹസ്ബൻഡിന് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡിന്റെ കാലശേഷമാണ് വൈഫിന് ഇത് കിട്ടുന്നത്. പിന്നെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് IFOSലാണ് ടാക്സ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ MB or MLA. റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ MB or MLA ഏത് ഹെഡിൽ ടാക്സ് ചെയ്യണം? ഏതാ പറയൂ? റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ MB or MLA ഏത് ഹെഡിൽ ടാക്സ് ചെയ്യണം? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ആൻസർ തെറ്റാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, IFOS. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. അപ്പൊ പിന്നെ IFOS തന്നെ ടാക്സ് ചെയ്യാനേ പറ്റൂ. സാലറി ഹെഡിൽ ടാക്സ് ചെയ്യാൻ പറ്റില്ല. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മളിവിടെ എംപ്ലോയർ എന്ന് പറയുമ്പോൾ പ്രസന്റ് എംപ്ലോയർ മാത്രമല്ല. എംപ്ലോയർ ക്യാൻ ബി പ്രസന്റ്. ഓക്കെ, പ്രസന്റ് എംപ്ലോയർ അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയർ, അതും അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് എംപ്ലോയർ. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, ഒരു ക്വസ്റ്റ്യൻ. മിസ്റ്റർ എ വർക്ക്സ് അറ്റ് MRF Limited. He receives salary. Next one, Mr. A also works at like ഏത് കമ്പനിയാ? കല്യാൺ സിൽക്സ്. പാർട്ട് ടൈം ആയിട്ട് കല്യാൺ സിൽക്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ രണ്ടിടത്ത് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഇൻകവും നമ്മൾ സാലറിയിലാണോ ടാക്സ് ചെയ്യേണ്ടത്? അതോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാലറിയിൽ ടാക്സ് ചെയ്തിട്ട് മറ്റേത് വേറെ ഏതെങ്കിലും ഹെഡിലേക്ക് കൊണ്ടുപോകണം? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങളുടെ ഒപ്പീനിയൻ പറ. ഈ രണ്ട് ഇൻകവും നമുക്ക് സാലറിയിൽ ടാക്സ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പറയൂ പറയൂ പറയൂ. രണ്ടും നമുക്ക് സാലറിയിൽ ടാക്സ് ചെയ്യാവോ? ഈ രണ്ട് സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ഇൻകവും രണ്ട് എംപ്ലോയേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻകവും നമുക്ക് സാലറി എന്ന ഹെഡിൽ ടാക്സ് ചെയ്യാൻ പറ്റുമോ? യെസ്, തീർച്ചയായിട്ടും പറ്റും. നോ ഇഷ്യൂ. ഓക്കെ, ഇതും സാലറിയാണ്, ഇതും സാലറിയാണ്. നോ ഇഷ്യൂ. സോ അറ്റ് എ ടൈം എ പേഴ്സൺ ക്യാൻ ഹാവ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് വിത്ത് മോർ ദാൻ വൺ എംപ്ലോയർ. ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് വൺ, ചാർജബിലിറ്റി അല്ല, ടൈം ഓർ ബേസിസ് ഓഫ് ചാർജ്. ഓക്കെ, ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് salary may be charged to tax at the time of receipt or due, whichever is earlier. ആക്ച്വൽ റിസീപ്റ്റിന്റെ ടൈമിൽ മാത്രമല്ല. ഓക്കെ, ഡ്യൂ ആയാലും we will charge the same to salary. Next one, advance salary. Okay, advance salary ഏത് ഹെഡിൽ ടാക്സ് ചെയ്യും? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? സാലറി. നെക്സ്റ്റ് കേസ്, അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി. ഇത് പറയുക. അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി ഇൻകം ആണോ അല്ലയോ? ഇൻകം ആണെങ്കിൽ ഏത് ഹെഡിൽ ടാക്സ് ചെയ്യും? അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി ഇൻകം ആണോ? ഇൻകം ആണോ അല്ലേ എന്ന് പറ. അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി
ഇൻകം ആണോ അല്ലയോ, അത്ര പറഞ്ഞാൽ മതി. അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി നമുക്ക് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി ആലോചിച്ച് പറ. അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി മീൻസ് ബേസിക്കലി ഇത് ലോൺ അല്ലേ? ലോൺ അല്ലേ? അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി, അഡ്വാൻസ് സാലറി അല്ല. ഓക്കെ, അഡ്വാൻസ് സാലറി അല്ല, അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി എന്ന് പറയുന്നത് ഒരു ലോൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ ലോൺ ഒരിക്കലും ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ലോൺ ഒരിക്കലും ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, സോ അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് ആൻ ഇൻകം. ഒരു ഹെഡിലും ടാക്സ് ചെയ്യണ്ട, ഇൻകം അല്ല. അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി. സോ ആ ഒരു വേഡിങ് നിങ്ങളൊന്ന് ആലോചിക്കുക. നെക്സ്റ്റ് വൺ. ഓക്കെ, നമുക്ക് ഈ ഒരു ഹെഡിൽ ഈ സാലറി എന്ന് പറയുമ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരു 4 ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ബേസിക് പ്ലസ് DA എക്സെട്ര. ഇതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് വൺ അലവൻസസ്. നെക്സ്റ്റ് വൺ പെർക്വിസിറ്റ്സ്. നെക്സ്റ്റ് വൺ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. നമുക്ക് ഈ ഹെഡ് പഠിക്കുമ്പോൾ ഇത് ഓരോന്നും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഈ സാലറി എന്ന ഹെഡ് പഠിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നിങ്ങളിത് ഓഫ് കോഴ്സ് ക്ലാസ് കഴിഞ്ഞ് തനിയെ ഈ സബ്ജക്റ്റ് ഒന്നും കൂടെ നോക്കുമ്പോഴും പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. നിങ്ങൾ ഈ തിയറി വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, തിയറി വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, നമ്മളത് പെട്ടെന്ന് ഓർക്കില്ല. തിയറി വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന്റെ ടൈം ആകുമ്പോൾ നമ്മൾ ഈ കാര്യം മുഴുവൻ മറന്നുപോകും. അതേസമയം നിങ്ങൾ മനസ്സിലാക്കി പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ഓക്കെ, പ്രോബ്ലം വായിച്ച് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ആൻസർ ചെയ്യാൻ തുടങ്ങല്. ഇതൊന്ന് ക്ഷമയോടെ ക്വസ്റ്റ്യൻ മര്യാദയ്ക്കൊന്ന് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ തനിയെ പഠിക്കുമ്പോഴും അതെ, എക്സാമിനും അതെ. തനിയെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച്. കാരണം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നൊരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതൊരു വേണ്ട ഒരു സ്കില്ലാണ്. നമുക്ക് പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ചു നോക്കാനുള്ള ക്ഷമയുണ്ടാകില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമ്മൾ ആൻസർ ചെയ്യാൻ തുടങ്ങും. നല്ല കാര്യമാണ്, കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ ഡയറക്ട് ടാക്സ് പഠിക്കുമ്പോൾ ആ ഒരു സ്ട്രാറ്റജി അത്രയ്ക്ക് നല്ലതല്ല, അത്രയ്ക്ക് ഒരു ഹെൽത്തി അല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വായിച്ച് മനസ്സിലാക്കുക. സ്ട്രൈറ്റ് അവേ ആൻസർ ചെയ്യാൻ തുടങ്ങല്, ഒരു സെക്കൻഡ് നിൽക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾ മൊത്തം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. കാരണം നമുക്കുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര വലുതായിരിക്കും. ഡയറക്ട് ടാക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഡോക്യുമെന്റാണ്. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ പകുതി ഇൻഫർമേഷനും വലിയ റിലവൻസ് ഒന്നുമില്ല. വെറുതെ ലെങ്തി ആക്കാൻ വേണ്ടിയാണ് പല ക്വസ്റ്റ്യൻസും അങ്ങ് നീട്ടി നമുക്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സോ അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ എല്ലാം വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾ വീട്ടിൽ തനിയെ പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോഴും അതെ, പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കുക. വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാവുള്ളൂ. സോ നമുക്ക് ഈ ഒരു പ്രൊവിഷനിൽ പഠിക്കാനായിട്ട് ഈ 4 ഏരിയാസ് ഉണ്ട്. ഇത് ഓരോന്നും ഒന്നിനൊന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നിലും അതിൻ്റെതായ സ്പെസിഫിക് എക്സംഷൻസ് ഉണ്ട്. ഓരോന്നിലും അതിൻ്റെതായ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഉണ്ട്, സ്പെസിഫിക് ഫിഗേഴ്സ് ഉണ്ട്. ഓർത്തിരിക്കാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ചിലതൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്യണം. ചിലതിനൊന്നും പ്രത്യേകിച്ച് ലോജിക്ക് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. ഓക്കെ, കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. സോ നമുക്ക് ഓരോ കൺസെപ്റ്റും എടുത്ത് പഠിച്ചങ്ങ് പോവാം. ഓക്കെ, ഒരു ടേം ഞാൻ ചോദിക്കാം, നിങ്ങൾ അതിന്റെ മീനിങ് ഒന്ന് പറയണം. ഫസ്റ്റ് വൺ, ലീവ് സാലറി. വാട്ട് ഈസ് ലീവ് സാലറി? അല്ലെങ്കിൽ ലീവ് എൻകാഷ്മെന്റ്, ഓൾസോ നോൺ ആസ് ലീവ് എൻകാഷ്മെന്റ്. പറയുക. ലീവ് സാലറി അല്ലെങ്കിൽ ലീവ് എൻകാഷ്മെന്റ്, അതിന്റെ മീനിങ് പറയാൻ പറ്റുമോ? ലീവ് സാലറി ഓർ ലീവ് എൻകാഷ്മെന്റ്, കമോൺ പറ. അതിന്റെ ഒരു ലീവ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലീവ് വിത്ത് സാലറി എന്ന് പറയുന്നത് യെസ്, ആ പറയുന്ന മീനിങ് ശരി തന്നെ. തീർച്ചയായിട്ടും ശരി തന്നെ. പക്ഷെ കുറച്ചും കൂടെ നമ്മുടെ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ നമുക്കതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയുക. അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും? ടാക്സബിൾ ആക്കണോ വേണ്ടയോ? അതാണ് എനിക്കറിയേണ്ടത്. ഓക്കെ. ടാക്സബിൾ ആക്കണമോ വേണ്ടയോ? അതെ. അതായത് എമൗണ്ട് ഗിവൺ ഫോർ നോട്ട് ടേക്കിംഗ് ലീവ്. എമൗണ്ട് ഗിവൺ ഫോർ നോട്ട് ടേക്കിംഗ് ലീവ്. യെസ്, ആ പറഞ്ഞത് ശരിയാണ്. ഓക്കെ. എമൗണ്ട് ഗിവൺ ഫോർ നോട്ട് ടേക്കിംഗ് ലീവ് ശരിയാ. ഒരു സിമ്പിൾ ഡെഫിനിഷനാ. ആ പറഞ്ഞത് ശരി തന്നെ. അങ്ങനെ തന്നെ. പക്ഷെ ഇതിന്റെ ടാക്സബിലിറ്റിയിലേക്ക് വരുമ്പോൾ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ. ഇതിന്റെ ടാക്സബിലിറ്റി എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സ് നമുക്കിവിടെ നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ 2 രീതിയിൽ നമുക്ക് ഇതിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യാം ലീവ് സാലറീനെ. ഡ്യൂറിങ് സർവീസ്, അതായത് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ആഫ്റ്റർ സർവീസ്, ദാറ്റ് ഈസ് ഡ്യൂറിങ് ആഫ്റ്റർ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട്. ഓക്കെ. സോ ഡ്യൂറിങ് സർവീസ് ആണെങ്കിൽ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫുള്ളി ടാക്സബിൾ. ഓക്കെ. നിങ്ങൾ ഈ ഗവൺമെന്റ് എംപ്ലോയീസ് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും. അതായത് അവർക്ക് ഒരു വർഷം മൊത്തം ലെറ്റ്സ് സേ ഒരു 30 ലീവ്സ് അലൗഡ് ആണ്. അല്ലെങ്കിൽ ഒരു 15 ലീവ്സ് അലൗഡ് ആണ്. ഓക്കെ. ഇവര് ലെറ്റ്സ് സേ ഒരു 10 ലീവ് എടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ 5 ലീവ്സ് ഇവർക്ക് എൻകാഷ് ചെയ്യാൻ പറ്റും. 5 ലീവ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എമൗണ്ട് ഇവർക്ക് കിട്ടും. ക്യാഷ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ. അപ്പൊ ഈ ഒരു എമൗണ്ടിനാണ് നമ്മൾ ഈ ലീവ് എൻകാഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലീവ് എൻകാഷ്മെന്റ് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ എൻകാഷ് ചെയ്യുവാണെങ്കിൽ, ഈ പറയുന്ന ലീവ് എൻകാഷ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി ആഫ്റ്റർ സർവീസ്, ദാറ്റ് ഈസ് ഡ്യൂറിങ് റിട്ടയർമെന്റ് ടൈമിൽ നമുക്ക് രണ്ടായിട്ട് ഫർദർ ക്ലാസിഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ, ഗവൺമെന്റ് എംപ്ലോയി. ഗവൺമെന്റ് എംപ്ലോയീസിന് ഇത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഗവൺമെന്റ് എംപ്ലോയീസിന് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. വാട്ട് അബൌട്ട് നോൺ ഗവൺമെന്റ് എംപ്ലോയീസ്? അതേസമയം നമ്മുടെ നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് ഇതുപോലത്തെ ഒരു ബെനിഫിറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ. നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നില്ല. സോ നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് മുഴുവൻ കയറി ടാക്സ് ചെയ്യുന്നില്ല. ഇപ്പൊ ഡ്യൂറിങ് സർവീസ് ആണെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിലും നോൺ ഗവൺമെന്റ് ആണെങ്കിലും ഫുൾ എമൗണ്ട് ടാക്സബിൾ ആണ്. പക്ഷേ ആഫ്റ്റർ സർവീസ് ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിന് ഫുൾ എക്സംപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് ഫുൾ എക്സംപ്ഷൻ കൊടുത്തിട്ടില്ല. പകരം ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് വിൽ ബി എക്സംപ്റ്റ്. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് വിൽ ബി എക്സംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. സെക്കൻഡ് വൺ, ആവറേജ് മന്ത്ലി salary into 10. Third one, 3 lakh. Fourth one, unearned leave into average monthly salary. സാർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 4 എമൗണ്ട് തന്നിരിക്കുന്നത്? ഈ 4 എമൗണ്ട് പഠിക്കാൻ എന്തെങ്കിലും ഫോർമുല ഉണ്ടോ? അല്ലെങ്കിൽ ഇത് പഠിക്കാൻ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ആക്ച്വലി ഇത് ഗവൺമെന്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിഗർ ആണ്. നമുക്ക് അങ്ങനെ ലോജിക് പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരു സ്പെസിഫിക് ലോജിക് പ്രകാരമാണ് ഇങ്ങനെ എമൗണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഓർക്കാനായിട്ട് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഓർക്കാൻ വലിയ പാടില്ല. പിന്നെ 3 ലാക്ക് റുപ്പീസ്, 3 ലാക്ക് ലീവ് എൻകാഷ്മെന്റ് ആണെങ്കിൽ 3 ലാക്ക്, ലീവ് എൻകാഷ്മെന്റ് ആണെങ്കിൽ 3 ലാക്ക് എന്ന് ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ആവറേജ് മന്ത്ലി സാലറി ഇൻടു 10, അത് വേണമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആവറേജ് മന്ത്ലി സാലറി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ. പിന്നെ ഫോർത്ത് വൺ അങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ, ഫോർത്ത് വൺ ഓർത്തിരിക്കാനും അങ്ങനെ പ്രത്യേകിച്ച് ഫോർമുലയൊന്നുമില്ല. സ്റ്റിൽ കുഴപ്പമില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാം എങ്ങനെയാന്ന്.
സോ ഇവിടെ മന്ത്ലി സാലറി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ മന്ത്ലി സാലറി എന്താ നമ്മൾ നോക്കണം. ഓക്കെ, ശ്രദ്ധിക്കണം. സർ ദെൻ വാട്ട് ഈസ് മന്ത്ലി സാലറി? അല്ലെ, മന്ത്ലി സാലറി എന്ന് പറയുന്നതിൽ എന്തൊക്കെ കോമ്പണൻസ് ഇൻക്ലൂഡഡ് ആണ്? വിച്ച് ഈസ് മന്ത്ലി സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പ്ലസ് DA forming part of retirement benefits plus commission fixed as a percentage of turnover of the preceding 10 months. ഓക്കെ, ലാസ്റ്റ് 10 മന്ത്സിലെ ആവറേജ് സാലറിയാണ് നമ്മൾ എടുക്കേണ്ടത്. ആവറേജ് സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട കോമ്പണൻസ് എന്ന് പറയുന്നത് ബേസിക് ഉണ്ട്, DA ഉണ്ട്, കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. ഈ ഫോർമുലയൊക്കെ നിങ്ങൾ ഇതേപറ്റി തന്നെ പഠിച്ചു വെക്കണം, നമുക്കിത് ആവശ്യമുണ്ട്. ലീവ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കമ്പ്യൂട്ടേഷനാണ്. സോ നിങ്ങളിത് പഠിച്ചു വെക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ഫോർമുല പഠിക്കുക, നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ പറയണം. ആവറേജ് monthly salary given in question is equal to 27,250. Actual receipt of leave encashment is equal to 3,50,000. Next one. So actual receipt of amount is equal to 3,50,000. Next one. Unavailed leave is equal to 11.33 month. നമ്പർ ഓഫ് ഡേയ്സ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, നിങ്ങളത് മന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ആവറേജ് മന്ത്ലി സാലറി തന്നിട്ടുണ്ട്. ഓക്കെ, പാസ്റ്റ് 10 മന്ത്സിന്റെ തന്നെ തന്നിരിക്കുന്നത്. പിന്നെ ആക്ച്വൽ റെസിപ്റ്റ്, ആക്ച്വൽ ലീവ് എൻകാഷ്മെന്റ് റിസീവ്ഡ് 3,50,000. പിന്നെ അൺഅവൈൽഡ് ലീവ് എന്ന് പറയുന്നത് 11.33 മന്ത്സ്. ഓക്കെ ഓക്കെ, സോ കമ്പ്യൂട്ട് exempted leave encashment. Compute exempted leave encashment amount. കമ്പ്യൂട്ട് ചെയ്യുക. കമ്പ്യൂട്ട് ചെയ്യണം. കമ്പ്യൂട്ട് ചെയ്ത ആൻസർ നമുക്ക് കണ്ടുപിടിക്കണം. ആൻസർ ചെയ്യാതിരിക്കല്, കണ്ടുപിടിക്കണം. സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലീവ് എൻകാഷ്മെന്റ് റിസീവ്ഡ് ബൈ എ നോൺ ഗവൺമെന്റ് എംപ്ലോയി ഡ്യൂറിംഗ് റിട്ടയർമെന്റ്. എക്സംഷൻസ് പറഞ്ഞിട്ടുള്ളത്
it will be least of first one, actual amount, second one, 3 lakh, third one, average salary, average monthly salary into 10, then fourth one, unearned leave into monthly salary, average monthly salary. ഫോർമുല പഠിച്ചു വെക്കണം. ഓക്കെ, സോ ആക്ച്വൽ amount received എന്ന് പറയുന്നത് എത്രയാണ്? 3,50,000 rupees. 3 lakh അവിടെ നിൽക്കട്ടെ. Then average salary into 10. Average salary question തന്നിട്ടുണ്ട് 272,50. That is 27,250. 2,72,500 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, unearned leave into monthly salary. Unearned leave എന്ന് പറഞ്ഞാൽ 11.33. So 11.33 into monthly salary is 27,250. That is 3,08,742. Okay, so the taxable, therefore taxable leave encashment is equal to എക്സെപ്ഷൻ നമുക്ക് എന്താണെങ്കിലും കിട്ടും. ഓക്കെ, എക്സെപ്ഷൻ നമുക്ക് കിട്ടും 3,50,000 മൈനസ് എക്സെപ്ഷൻ ഉള്ളത് ഏതാ? ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാ? ഇവിടെ 3 lakh ആണ്, ഇവിടെ 3,50,000 ആണ്, ഇവിടെ 2,72,000 ഉണ്ട്, 3 lakh ഉണ്ട്. ഓക്കെ ഫൈൻ. സോ 2,72,500 ആണ് നമുക്ക് എക്സെപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട്. സോ 3,50,000 മൈനസ്, ഓക്കെ നമ്മൾ ആൻസർ കഴിഞ്ഞിട്ടില്ല, നമ്മൾ എക്സെപ്റ്റഡ്. സോ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടാക്സബിൾ ലീവ് എൻകാഷ്മെന്റ് എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ 3,50,000 മൈനസ് 2,72,500. സോ ടാക്സബിൾ ലീവ് എൻകാഷ്മെന്റ് വിൽ ബി 77,500. ആൻസർ കിട്ടിയല്ലോ അല്ലേ? ഓക്കെ, ദാറ്റ്സ് സഫിഷ്യന്റ്. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടേം ആണ് ഗ്രാറ്റുവിറ്റി. ഇതൊക്കെ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. സോ ശ്രദ്ധിച്ചിരിക്കണം, പഠിക്കണം. ഗ്രാറ്റുവിറ്റിനെ പറ്റി പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ, നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസിന് ഇൻകം ടാക്സ് ആക്ടിൽ ഇഷ്ടം പോലെ ബെനിഫിറ്റ്സ് ഉണ്ട്. നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് അത്ര ഇല്ല. ഗവൺമെന്റ് എംപ്ലോയീസിന് എക്സാമിനഡ് ആണ്. ഓക്കെ, ഇനി സോ ഗവൺമെന്റ് എംപ്ലോയീസിന് എക്സാമിനഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒരു സെക്കൻഡ് കാറ്റഗറി ഉണ്ട്, നോൺ ഗവൺമെന്റ് എംപ്ലോയി, NGE. ഓക്കെ, നോൺ ഗവൺമെന്റ് എംപ്ലോയി. നോൺ ഗവൺമെന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നോൺ ഗവൺമെന്റ് എംപ്ലോയി രണ്ടായിട്ട് നമ്മൾ ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫ്രാക്ഷൻസ് നമ്മൾ ഇഗ്നോർ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൗണ്ടിങ് ഓഫ് നമുക്ക് അലൗഡ് ആണ്. ഫ്രാക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാറില്ല, റൗണ്ട് ഓഫ് ചെയ്യാറുള്ളൂ. സോ ഫ്രാക്ഷൻസ് വരുവാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് റൗണ്ട് ചെയ്ത് പൊക്കോളുക. ഫ്രാക്ഷൻസ് നമുക്ക് ഇഗ്നോർ ചെയ്യാം. യെസ്, ഇപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 3,08,742 ആൻസർ എത്ര വരുന്നത്? നമുക്കിത് റൗണ്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ഫിഗർ ആണ് ഡൗട്ട് തോന്നിയതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റൗണ്ട് ചെയ്യാം. ഓക്കെ, റൗണ്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്വേർഡ് റൗണ്ടിങ് അല്ല ഡൗൺവേർഡ് റൗണ്ടിങ് നമുക്ക് ചെയ്യാം, സിറ്റുവേഷൻ അനുസരിച്ച്. തീർച്ചയായിട്ടും ചെയ്തോളുക, നോ ഇഷ്യൂ. നെക്സ്റ്റ് വൺ, കംപ്ലീറ്റഡ് ഇയേഴ്സ്. യെസ്, കംപ്ലീറ്റഡ് ഇയേഴ്സ് എടുക്കുന്നുള്ളൂ. യെസ്, അതെ. ഞാൻ എന്റെ നോട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അതാ നോക്ക്, കംപ്ലീറ്റഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ലീവ് എൻകാഷ്മെന്റിന് ഓക്കെ. എന്നാൽ അറ്റ് ദ സെയിം ടൈം ചില കമ്പ്യൂട്ടേഷൻസിൽ നമുക്ക് പാർട്ട് ഇയേഴ്സും എടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഞാനത് നോട്ട് ഷെയർ ചെയ്തേക്കാം, നോട്ട് പഠിച്ചാൽ മതി, അപ്പൊ ആ ഡൗട്ട് അങ്ങ് മാറിക്കോളൂ. നെക്സ്റ്റ് വൺ, സോ ഗ്രാറ്റുവിറ്റി ഗവൺമെന്റ് എംപ്ലോയി ഉണ്ട്. ഓക്കെ ഫൈൻ, എക്സംപ്റ്റഡ് ആണ്, ഡൗട്ട് ഒന്നുമില്ല. നോൺ ഗവൺമെന്റ് എംപ്ലോയീസിനെ നമ്മൾ രണ്ടായിട്ട് ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോൺ ഗവൺമെന്റ് എംപ്ലോയീസിനെ ഓർക്കുന്നുണ്ടോ? നോൺ ഗവൺമെന്റ് എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? എനി ഐഡിയ? ആർക്കുമില്ല? ശരിയാണ്, ദാറ്റ് ഈസ് കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആൻഡ് നോട്ട് കവേർഡ് അണ്ടർ
പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. സോ നമുക്കിത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സ്കോപ്പ് ഉണ്ട്. കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആൻഡ് നോട്ട് കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഇത് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് പഠിക്കണം. സോ ഫസ്റ്റ് വൺ, കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. Covered under payment of gratuity act. Least of the following will be exempt. എക്സംഷന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ലീസ്റ്റേ ഉള്ളൂ, ഹയർ ഇല്ല. ഓക്കെ, ഫസ്റ്റ് വൺ ഒന്നില്ലെങ്കിൽ 20 lakh rupees, നല്ലൊരു എമൗണ്ട് ആണ്. നെക്സ്റ്റ് വൺ, ആക്ച്വൽ റെസീപ്റ്റ്. ഓക്കെ, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. തേർഡ് വൺ, ലാസ്റ്റ് ഡ്രോൺ സാലറി. ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു 15/26 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും റൗണ്ട് ചെയ്യണം കേട്ടോ, റൗണ്ട് ചെയ്യുക. ഓക്കെ, സോ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് വിൽ ബി എക്സെപ്റ്റ്. ദാറ്റ് ഈസ് ഒന്നില്ലെങ്കിൽ 20 lakh, അല്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. അതുമല്ല എങ്കിൽ ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു 15/26 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ സാർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സാലറി എന്ന് പറയുന്നത് ഏതൊക്കെ കോമ്പണൻസ് ആണ്? ഇവിടെ സാലറി എന്ന് പറയുന്നത് ബേസിക് പ്ലസ് ഡി എ, ഫുൾ എമൗണ്ട് ഓഫ് ഡി എ. ഓക്കെ, വെദർ ഓർ നോട്ട് ഫോർമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. ഈ ഒരു കേസിൽ സാലറി എടുക്കുന്നത് ബേസിക് പ്ലസ് ഡി എ. ഡി എ എടുക്കുമ്പോൾ ഫുൾ എമൗണ്ട് എടുക്കണം, വെദർ ഓർ നോട്ട് ഫോർമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. കമ്മീഷൻ ആസ് എ പെർസെന്റേജ് ഓഫ് സാലറി എടുക്കണോ? വേണ്ട, എടുക്കണ്ട. ഓക്കെ, സോ ഈ ഫോർമുല പഠിച്ചേക്കണം. സാലറിയുടെ കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ. സാലറി കാരണം നോട്ട് കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിലേക്ക് വരുമ്പോൾ ഈ സാലറി മാറുന്നുണ്ട്. ഇവിടെ സാലറി എന്ന് പറയുന്നത് ബേസിക് പ്ലസ് ഡി എ, ദാറ്റ്സ് ഇറ്റ്, ബേസിക് പ്ലസ് ഫുൾ എമൗണ്ട് ഓഫ് ഡി എ. അതേസമയം നമ്മുടെ നോട്ട് കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ബേസിക് പ്ലസ് ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലസ് കമ്മീഷൻ ആസ് എ പെർസെന്റേജ് ഓഫ് സാലറി. ഈ ഒരു ഫോർമുലയാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതേസമയം ഇവിടെ ബേസിക് പ്ലസ് ഫുൾ എമൗണ്ട് ഓഫ് ഡി എ. സോ ക്ലാരിറ്റി നിങ്ങളൊന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ, ഫോർമുല പഠിച്ചേക്കുക, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ, സോ കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് നമ്മൾ നോക്കി. ഇനി നോട്ട് കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. നോട്ട് കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിലേക്ക് വരുമ്പോൾ ആസ് യൂഷ്വൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് വിൽ ബി എക്സെപ്റ്റ്. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്, 20 lakh. സെക്കൻഡ് വൺ, അത് ഓർക്കാൻ എളുപ്പമാണ്, ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. തേർഡ് വൺ, ആവറേജ് മന്ത്ലി സാലറി ഇൻറ്റു 15 ഇവിടെയാണ് ചേഞ്ച് വരുന്നത്, 15/30 ഇൻറ്റു നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ചേഞ്ച് വരുന്നത് നോക്കിയേ, ഇവിടെ നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് എന്നാ പറയുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ഇയേഴ്സ് മാത്രമേ ഉള്ളൂ, റൗണ്ട് ചെയ്ത് കൂട്ടിയെടുക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, റൗണ്ട് ചെയ്ത് കൂട്ടിയെടുക്കാൻ നമുക്ക് പറ്റില്ല. ഈ ഒരു വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ അടുത്ത തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാലറിയുടെ ഡെഫിനിഷൻ വേറെയാ. ഓക്കെ, ആവറേജ് മന്ത്ലി സാലറി എന്ന് പറയുന്നത് ഇയർ സാലറി മീൻസ് ബേസിക് പ്ലസ് ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് പ്ലസ് കമ്മീഷൻ ഫിക്സഡ് ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ. ഈ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ ആ ഡിസ്റ്റിങ്ഷൻ ഒന്ന് കൃത്യമായിട്ട് ഓർത്തെടുത്ത് പഠിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഈ ഫോർമുലയൊക്കെ ഒരു പേപ്പർ എഴുതി എവിടെയെങ്കിലും വെച്ചിട്ട് സ്ഥിരമായിട്ടൊന്ന് റിപ്പീറ്റഡ് റീഡിങ് നടത്തുക. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കുക. ഡെയിലി ഒരു 5 മിനിറ്റ് ഇൻകം ടാക്സിലെ സാലറി മാത്രമല്ല, നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ഫോർമുലാസ് ഉണ്ട്. ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നല്ല രീതിയിൽ മെമ്മറൈസ് ആയിട്ട് നിൽക്കും. കാരണം ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയാലും ഭയങ്കര സിമ്പിൾ പ്രൊവിഷൻസ് ഇതൊക്കെ.
നിങ്ങളുടെ ഒരു അനാലിസിസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അനലിറ്റിക്കൽ സ്കില്ലൊന്നും ഇവിടെ ആവശ്യമില്ല. വളരെ ഡയറക്റ്റ് ആയിട്ട് ആ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് കിട്ടും. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 1,20,000. The person is covered under Payment of Gratuity Act. He retired after providing a service of 29 years and 8 months. At the time of retirement, his basic plus DA 40% forming part of retirement benefit was 5,500. Compute the amount of gratuity exempted. So here he is covered under Payment of Gratuity Act. Okay, covered under Payment of Gratuity Act. ഫോർമുല നോക്കുക, സോൾവ് ചെയ്യുക. എളുപ്പമാണ്, നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക പെട്ടെന്ന്. ഓക്കെ, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ആൻസർ വളരെ എളുപ്പമാണ്. നിങ്ങൾ ആ ഫോർമുല കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സോൾവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, സോ സൊല്യൂഷൻ. സോ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഏതൊക്കെയാണ് നമുക്ക് ആദ്യമേ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് വിൽ ബി എക്സംപ്റ്റ്. സോ ഫസ്റ്റ് വൺ ഈസ് നമുക്ക് 20 ലാക്ക് ഒന്ന് എഴുതിയേക്കാം. 20 ലാക്കിന്റെ റിലവൻസ് ഒന്നും ഇല്ല ഇവിടെ. സ്റ്റിൽ നമുക്ക് ആ പ്രൊവിഷൻ ഒന്ന് റിമെമ്പർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ആക്ച്വൽ amount received 1,20,000. Third one is salary, that is 5,500 into 15/26 into 29 years 8 months. നമുക്ക് ധൈര്യമായിട്ട് റൗണ്ട് ഓഫ് ചെയ്യാം. That is 30. That is into 30. So the amount will be 95,192. So the least amount എന്ന് പറയുന്നത് നോക്കുക, 20 lakh ഉണ്ട്, 1,20,000 ഉണ്ട്, 95,192 ഉണ്ട്. ഓക്കെ, സോ ആൻസർ ഇവിടെ കഴിഞ്ഞില്ല. ടാക്സബിൾ gratuity is equal to എത്രയാ, 1,20,000 minus 95,192, which will give us around 24,000 സംതിങ് വരും. എത്ര വരും? ഫൈനൽ ആൻസർ ഇവിടെ എത്ര വരും? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എത്രയാണ് വരുന്നത്? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എത്രയാണ് വരുന്നത്? യെസ്, 24,808. 24,808 will be the final gratuity, taxable gratuity. Okay, one more question. പെട്ടെന്ന് ചെയ്യാം. So a person who is not covered under Payment of Gratuity Act. Actual amount received. Actual gratuity is equal to 2,50,000. He was in service for 35 years and 11 months. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രിക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഫാക്ട് തരുന്നത്. നെക്സ്റ്റ് വൺ, ഹിസ് ആവറേജ് സാലറി വരുന്നത് average monthly salary is equal to 11,200. 11,200. Okay, so compute the amount to be
compute the taxable gratuity. Okay, question is compute taxable gratuity. നോട്ട് കവേർഡ് അണ്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഫോർമുലകളെല്ലാം മാറും. ഓക്കെ, അതാണ് ഓർത്തിരിക്കേണ്ടത്. നമ്മൾ ഓർക്കേണ്ടത് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റിക്ക് ഒരു സെപ്പറേറ്റ് ഫോർമുലയുണ്ട്, നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റിക്ക് സെപ്പറേറ്റ് ഫോർമുലാസ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഫാക്ട് പറയുമ്പോൾ തന്നെ സിറ്റുവേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണ്. ഓക്കെ, സോൾവ് ചെയ്യുക പെട്ടെന്ന്. ടാക്സബിൾ ഗ്രാറ്റുവിറ്റി വരുന്നത് നമുക്ക് നോക്കാം. Okay, so the list of actual gratuity, then list of actual gratuity പിന്നെ 20 lakh അല്ലേ? ഓക്കെ, then പിന്നെ മൂന്നാമത് പറയുന്നത് ആവറേജ് മന്ത്ലി സാലറി ഇൻറ്റു 15/30 ഇൻറ്റു നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അതാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. That is average monthly salary into 15/30 into number of completed year of service. Completed year of service. ഈ ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇസ് ഈക്വൽ ടു ആവറേജ് മന്ത്ലി സാലറി തന്നിട്ടുണ്ട്. ആവറേജ് മന്ത്ലി സാലറിയിൽ പോലും നമ്മുടെ പേയ്മെന്റ് കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന് ഒരു കമ്പ്യൂട്ടേഷനും നോട്ട് കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന് വേറൊരു കമ്പ്യൂട്ടേഷനുമാണ്. സോ ഡിഫറൻസ് നിങ്ങൾ ഓർത്തിരുന്നതാണ്. സോ 11,200 ഇൻറ്റു 15/30 വലിയ പാടൊന്നുമില്ല, ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. ഇൻറ്റു നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇസ് ഈക്വൽ ടു 35 ഇയേഴ്സ് ആൻഡ് 11 months. പക്ഷെ നമുക്ക് റൗണ്ടിങ് ഓഫ് ഒന്നും പറ്റില്ല. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35. സോ ദി എമൗണ്ട് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? എമൗണ്ട് 1,96,000 ആണ്. 1,96,000 ആണല്ലേ? ഓക്കെ, സോ എനിവേ നമുക്കിവിടെ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി അപ്പോൾ എത്ര വരും? ലീസ്റ്റ് എന്ന് പറയുന്നത് 1,96,000 ഉണ്ട്, 2,50,000 ഉണ്ട്, 20 lakh ഉണ്ട്. സോ ലീസ്റ്റ് എന്ന് പറയുന്നത് 1,96,000 അല്ലേ? 1,96,000 അല്ലേ ലീസ്റ്റ് വരുന്നത്? സോ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഇസ് ഈക്വൽ ടു ആക്ച്വൽ എമൗണ്ട് 2,50,000 മൈനസ് ലീസ്റ്റ് നമുക്ക് കിട്ടിയത് 1,96,000. So taxable gratuity will be around 54,000 rupees. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ. സാലറി വലിയ ഹെഡാണ്, ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്, അതൊക്കെ വളരെ സത്യം തന്നെ. പക്ഷേ നമുക്കിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചെടുക്കാം. കുറച്ച് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് കവർ ചെയ്തെടുക്കാം. നെക്സ്റ്റ് വൺ, അടുത്ത മെയിൻ ഐറ്റം ആണ് പെൻഷൻ. ഓക്കെ, പെൻഷൻ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കമ്മ്യൂട്ടഡ് പെൻഷൻ ആൻഡ് uncommuted pension. Can someone tell me the difference between commuted pension and uncommuted pension? പറയാമോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? പറയാൻ പറ്റുമോ? ലംസം വിഡ്രോവൽ എന്ന് പറയുന്നത് ശരിയാണ്, ഒരു തരം ലംസം വിഡ്രോവൽ ആണ്, ശരിയാണ്. ഓക്കെ, അതായത് ബേസിക്കലി സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. ലെറ്റ്സ് സേ മിസ്റ്റർ എ റിട്ടയേർഡ്. മിസ്റ്റർ എ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിന് കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതിന് പുറമെ ഇദ്ദേഹത്തിന് മന്ത്ലി പെൻഷൻ കിട്ടുന്നത് ലെറ്റ്സ് സേ 30,000 rupees. ഈ 30,000 rupees ഇദ്ദേഹത്തിന്റെ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ടൈം കിട്ടിക്കൊണ്ടിരിക്കും. 30,000 rupees per month, 30,000 per month throughout his lifetime he will receive that amount. However, ഇദ്ദേഹം ഇത് കമ്മ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ഒരു ലൈഫും പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വാല്യൂ, ഒരു സെപ്പറേറ്റ് കാൽക്കുലേഷൻ ഉണ്ട്. ഇത് കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇദ്ദേഹത്തിന് തൽക്കാലം ഒരു ബൾക്ക് എമൗണ്ട് കയ്യിൽ കിട്ടും. ഓക്കെ, ബൾക്ക് എമൗണ്ട് ലെറ്റ്സ് സേ ഒരു 5 lakh rupees കയ്യിൽ കിട്ടും. പക്ഷെ അതിന്റെ ഒരു കോൺസിക്വൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഈ പെൻഷൻ 30,000 rupees കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ മേ ബി ഒരു 12,000 ആയിരിക്കും.
ഓക്കെ, ഇതിന്റെ കമ്പ്യൂട്ടേഷൻ ഫോർമുല നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇതിന്റെ മീനിങ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സോ തൽക്കാലം ഒരു ബൾക്ക് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. സോ കമ്പ്യൂട്ടർ പെൻഷൻ ഉണ്ട്, അൺകമ്പ്യൂട്ടർ പെൻഷൻ ഉണ്ട്. നമുക്ക് ആദ്യം കമ്പ്യൂട്ടർ പെൻഷന്റെ കേസ് നോക്കാം. കമ്പ്യൂട്ടർ പെൻഷൻ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഗവൺമെന്റ് എംപ്ലോയി ആൻഡ് നോൺ ഗവൺമെന്റ് എംപ്ലോയി, ഗവൺമെന്റ് എംപ്ലോയി ആൻഡ് നോൺ ഗവൺമെന്റ് എംപ്ലോയി കമ്പ്യൂട്ട് ചെയ്ത കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഗവൺമെന്റ് എംപ്ലോയി, ഹി ഈസ് ലക്കി, ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റ്. ഓക്കെ. അതേസമയം നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഇവിടെ ഒരു ഫർദർ കാൽക്കുലേഷൻ വരുന്നുണ്ട്. നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ we need to see if he has received any gratuity. First case, gratuity not received. Second case, gratuity is received. ഓക്കെ, ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ് കിട്ടുന്നയാളായിരിക്കാം, അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ് കിട്ടാത്ത ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, സോ ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ് ഈസ് നോട്ട് റിസീവ്ഡ്. അങ്ങനെയാണെങ്കിൽ എക്സംഷൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ, ബേസിക്കലി 50% എക്സംഷൻ കിട്ടും. ഇനി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ എക്സംഷൻ ഈസ് ഈക്വൽ ടു 1/3 ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ. ഓക്കെ. സോ കമ്പ്യൂട്ടർ പെൻഷൻ നമുക്ക് രണ്ട് രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാം. ഗവൺമെന്റ് എംപ്ലോയി ഉണ്ട്, നോൺ ഗവൺമെന്റ് എംപ്ലോയി ഉണ്ട്. ഗവൺമെന്റ് എംപ്ലോയി പെൻഷൻ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് എക്സംപ്റ്റഡ് ആണ്. അതേസമയം നോൺ ഗവൺമെന്റ് എംപ്ലോയി കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടൊരു കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇദ്ദേഹം ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ 50% എക്സംഷൻ കിട്ടും. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നയാളാണെങ്കിൽ 1/3 എക്സംഷൻ കിട്ടത്തുള്ളൂ. സോ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഗ്രാറ്റുവിറ്റി പോലും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ എമൗണ്ട് എക്സംഷൻ കൊടുക്കാമെന്ന് ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 1/2 1/3 തന്നിരിക്കുന്നത്. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. സോ കമ്മ്യൂട്ടർ പെൻഷന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ഇനി അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ അൺകമ്മ്യൂട്ടഡ് പെൻഷന്റെ കാര്യം വളരെ സിമ്പിൾ ആണ്. കമ്മ്യൂട്ട് ഒന്നും ചെയ്തിട്ടില്ല, എല്ലാ മാസവും ഒരു എമൗണ്ട് പെൻഷനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂട്ട് ചെയ്യാനോ ബൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാനോ ഒന്നും പോയിട്ടില്ല. അൺകമ്മ്യൂട്ടഡ് പെൻഷന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പെൻഷന്റെ കാര്യം നമുക്ക് തൽക്കാലം ഇത്ര പഠിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സേ എന്നാൽ പിന്നെ ഇതുവരെ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് എല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ചെറിയ പ്രോബ്ലം ചെയ്യണം, കുറച്ച് വലിയ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, സോ മിസ്റ്റർ അശോക് റിട്ടയർഡ് ഫ്രം, ശ്രദ്ധിക്കണം, ലെക്ചർ നോട്ട് നിർബന്ധമായിട്ട് വേണം, ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മിസ്സാവും. സോ മിസ്റ്റർ അശോക് റിട്ടയർഡ് ഫ്രം സർവീസസ് ഓഫ് ഹോട്ടൽ താജ് ലിമിറ്റഡ്. ഗവൺമെന്റ് ആണോ നോൺ ഗവൺമെന്റ് ആണോ എന്ന് ആലോചിക്കുക. ഹോട്ടൽ താജ് ലിമിറ്റഡ് ഓൺ 31 റിട്ടയർമെന്റ്, 31/1/2023, after putting on service for 5 years. He received the following amount from employer. First one, salary at 16,000 per month, comprising of basic salary, $10,000, DA 3,000, then
സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് അതൊക്കെ എന്താ നമുക്ക് പതുക്കെ നോക്കാം കേട്ടോ. തൽക്കാലം നമുക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 2000, നൈറ്റ് ഡ്യൂട്ടി അലവൻസ് of 1000. Then next one, pension at the rate of 30% of basic from 1 to 2023. That is after retirement. That is after retirement. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ബാലൻസ് പോയി ചാറ്റ് ബോക്സിൽ ഇടാം. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐപാഡ് ഒന്ന് ഒരു ഡിസ്പ്ലേ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. സോ ബാക്കി ക്വസ്റ്റ്യൻ ഞാൻ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. Okay, so leave salary rupees 75,000 for 225 days of accumulated leave during 5 years. 5 വർഷത്തെ സർവീസിനിടയ്ക്കുള്ള കാര്യമാണ് ഈ പറയുന്നത്. At 45 days leave per year. അതായത് ഒരു വർഷം 45 ദിവസം വരെ ലീവ് എടുക്കാൻ ഇദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ട്. ഗ്രാറ്റുവിറ്റി rupees 50,000. ഓക്കെ, സോ നമ്മുടെ പർപ്പസിന് സാലറി നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ലീവ് എൻകാഷ്മെന്റ്, ഓക്കെ, ലീവ് എൻകാഷ്മെന്റ് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 16,000 ടോട്ടൽ സാലറി ഉണ്ട്. പക്ഷെ ലീവ് എൻകാഷ്മെന്റ് പർപ്പസിന് വേണ്ടി നിങ്ങൾ ആവറേജ് സാലറി എടുക്കേണ്ടത്, അത് ഞാൻ പറയാം, 10,000 എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി പർപ്പസിനും നിങ്ങൾ സാലറി എടുക്കുമ്പോൾ 10,000 എടുത്താൽ മതി. ഓക്കെ, ആൻഡ് എംപ്ലോയി he is not covered under Gratuity Act, Payment of Gratuity Act, not covered under Payment of Gratuity Act. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻഫർമേഷൻ എല്ലാം തന്നിട്ടുണ്ട്. ഒരു നല്ല ക്വസ്റ്റ്യനായത്, ഒരു നല്ല ക്വസ്റ്റ്യനാണ്. കാരണം നമ്മുടെ ഇതുവരെ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റുകളെല്ലാം ഇവിടെ കയറി വരുന്നുണ്ട്. സോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ട് ചെയ്യുക. വലിയ പാടൊന്നുമില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ കൺസെപ്റ്റ് എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് ചെയ്യുക. നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം കേട്ടോ. 5 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, ഹായ് ഓൾ, ആൻസർ കിട്ടിയോ? നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ ഓരോ കോമ്പണൻസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കുക. സ്ട്രൈറ്റ് അവേ നമുക്ക് ഫൈനൽ ആൻസറിലേക്കൊന്നും പോകണ്ട. നിങ്ങൾ ഓരോ കോമ്പണൻസും സെപ്പറേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താനൊന്ന് ശ്രമിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ ഈ കേസിൽ ഇവിടെ ഒരു കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ലീവ് എൻകാഷ്മെന്റ്. ലീവ് എൻകാഷ്മെന്റ് ഫോർമുലയൊക്കെ നിങ്ങൾ മറന്നുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ലീവ് എൻകാഷ്മെന്റ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് വൺ, ലീവ് എൻകാഷ്മെന്റ് എമൗണ്ട് കിട്ടിയ ആർക്കെങ്കിലും. സോ ഫസ്റ്റ് വൺ ഈസ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് 3 lakh. നെക്സ്റ്റ് വൺ ഈസ് 10 months of 10 into average salary. ഓക്കെ, ആവറേജ് സാലറി ഇൻറ്റു 10. ആവറേജ് സാലറി നമുക്ക് തന്നിട്ടുണ്ട്. ആവറേജ് സാലറി
ബേസിക് പ്ലസ് ഓക്കെ, ആവറേജ് സാലറി 10,000 ഞാൻ തന്നായിരുന്നല്ലേ? ഓക്കെ, 10,000. സോ 10,000 into 10, that is 1 lakh. Next one, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ആക്ച്വൽ എമൗണ്ട് എന്ന് പറയുന്നത് ലീവ് സാലറി 75,000. നെക്സ്റ്റ് വൺ, അൺഅവൈൽഡ് ലീവ് ഇൻറ്റു ആവറേജ് സാലറി. അൺഅവൈൽഡ് ലീവിന്റെ ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ അൺഅവൈൽഡ് ലീവ് നമുക്കറിയാം എത്രയാ, ഒരു വർഷം എത്രയുണ്ട്? അൺഅവൈൽഡ് ലീവ് എത്രയുണ്ട്? 30 into 5. അൺഅവൈൽഡ് ലീവ് കിട്ടിയോ? അൺഅവൈൽഡ് ലീവിന്റെ ആവറേജ് സാലറി എമൗണ്ട് കിട്ടിയോ? അൺഏൺഡ് ലീവ് ഇൻറ്റു ആവറേജ് മന്ത്ലി സാലറി. എനിവേ നമുക്ക് നോക്കാം. അൺഏൺഡ് ലീവ്, ദാറ്റ് ഈസ് ടോട്ടൽ ലീവ് മൈനസ് ടോട്ടൽ ലീവ് മൈനസ് ലീവ് അവൈൽഡ്. ഈ ഒരു ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതൊന്ന് നോക്കിയേക്കണം കേട്ടോ. ടോട്ടൽ ലീവ് മൈനസ് ലീവ് അവൈൽഡ് divided by 30. This will be the unavailed leave. Okay, so നമ്മുടെ ഈ കേസിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ അൺഅവൈൽഡ് ലീവ് എന്ന് പറയുന്നത്, ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്താണെങ്കിലും ഗ്രൂപ്പിലും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാം. സ്ക്രീൻ ഷെയറിങ് കിട്ടുന്നില്ലേ? സ്ക്രീൻ ഷെയറിങ് ഇവിടെ കാണിക്കുന്നുണ്ട്, സ്ക്രീൻ ഷെയർ ആയതായിട്ട്. നോക്കട്ടെ, സ്ക്രീൻ ഷെയറിങ് ഉണ്ടെന്നൊരു വിശ്വാസത്തിലായിരുന്നു. ഓക്കെ, ഇവിടെ സ്ക്രീൻ ഷെയറിങ് ആക്റ്റീവ് ആണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ. ഞാനത് നോക്കിയായിരുന്നു, പക്ഷെ ആക്റ്റീവ് ആണെന്ന് കണ്ടത് കൊണ്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്തില്ല. ഓക്കെ, ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, യെസ്. ഓക്കെ, സോ നമ്മൾ ലീവ് എൻകാഷ്മെന്റ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ലീവ് എൻകാഷ്മെന്റ് നമ്മൾ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്, ദാറ്റ് ഈസ് 3 lakh, പിന്നെ ആവറേജ് സാലറി ഇൻറ്റു 10, പിന്നെ ഓഫ് കോഴ്സ് ആക്ച്വൽ എമൗണ്ട്, പിന്നെ ഏറ്റവും അവസാനമായിട്ട് അൺഏൺഡ് ലീവ് ഇൻറ്റു ആവറേജ് സാലറി. ഫോർമുലകൾ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. സോ ആദ്യത്തെ 3 ഓപ്ഷൻസ് നമുക്കറിയാം. 4ാമത്തെ ഓപ്ഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇവിടെ. ഓക്കെ, സോ അൺഅവൈൽഡ് ലീവ് എന്ന് പറയുന്നത് 30 into 5 മൈനസ് ലീവ് അവൈൽഡ് 0 divided by 30 into 10,000. So that will give us എത്ര വരും? 50,000. ഈ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത്, ലീവ് എൻകാഷ്മെന്റ് ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ലീവ് എൻകാഷ്മെന്റിൽ ഒരു ഫൈനൽ ഫോർമുല നമുക്കുള്ളത് അൺഏൺഡ് ലീവ്. ഓക്കെ, ആവറേജ് മന്ത്ലി സാലറി. ഈ ഫോർമുല നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം കാണും. അൺഏൺഡ് ലീവ് ഇൻറ്റു ആവറേജ് മന്ത്ലി സാലറി. അൺഏൺഡ് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് സ്ട്രൈറ്റ് അവേ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണേ. അൺഏൺഡ് ലീവിന്റെ ഈ ഫോർമുല അല്ല, അൺഏൺഡ് ലീവിന്റെ ഒരു കമ്പ്യൂട്ടേഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. That is total leave minus leave availed
divided by 30, where total leave cannot exceed 30 days for each completed year of service. ഫോർമുല ഒന്ന് നോട്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കമ്പ്യൂട്ടേഷൻ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഒന്നും കൂടെ എഴുതിയത്. നമ്മുടെ കേസിൽ ടോട്ടൽ ലീവ്. ഓക്കെ, ഈ ടോട്ടൽ ലീവ് എന്ന് പറയുന്ന പക്ഷേ ലിമിറ്റ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ ലീവ് എന്ന് പറയുന്നത് ഒരു വർഷം 45 ദിവസം വരെ ഇവർക്ക് ലീവ് എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 45 ദിവസത്തെ കമ്പ്യൂട്ടേഷൻ നമുക്ക് ഇൻകം ടാക്സിൽ എടുക്കാൻ പറ്റില്ല. ഇൻകം ടാക്സിൽ ഒരു വർഷം ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് 30 ഡേയ്സ് അലൗഡ് ആയിട്ടുള്ളൂ. സോ നമ്മളിവിടെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, ഈ ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ ടോട്ടൽ ലീവ് എന്ന് പറയുന്നത് 5 കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഉണ്ട്. 45 ഡേയ്സ് ആണ് ശരിക്കും എംപ്ലോയി ഒരു ഓർഗനൈസേഷന്റെ പോളിസി. പക്ഷേ നമുക്ക് 45 ഡേയ്സ് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത് 30 ഡേയ്സ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഹി ഹാസ് നോട്ട് അവൈൽഡ് എനി ഏൺഡ് ലീവ്. സോ ലീവ് ഒന്നും ഇദ്ദേഹം എടുത്തിട്ടില്ല. സോ -0. ഓക്കെ, ഈ ഒരു ഫോർമുല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ 30 into average salary, that is 10,000. We will get the answer as 50,000. So least will be 50,000 ഉണ്ട്, 75,000 ഉണ്ട്, 1 lakh ഉണ്ട്, 3 lakh ഉണ്ട്. So the least will be 50,000. Okay, so ലീവ് എൻകാഷ്മെന്റ് എമൗണ്ടിൽ നിന്ന് ഈ 50,000 മാത്രം നമുക്ക് കുറയ്ക്കാം. 50,000 ആണ് നമ്മുടെ എക്സംപ്റ്റഡ് എമൗണ്ട്. നെക്സ്റ്റ് വൺ. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം നമ്മുടെ ഡെയിലി അസസ്മെന്റിൽ. നിങ്ങൾ അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് വൺ ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? ഗ്രാറ്റുവിറ്റി കിട്ടിയോ? കിട്ടിയില്ല. ഗ്രാറ്റുവിറ്റി ആൻസർ കിട്ടിയോ? എവിടെയാ ഡൗട്ട് ഉള്ളത്? നിങ്ങൾ ആദ്യം ഫോർമുല അങ്ങ് എടുത്തെഴുതണം. ഓക്കെ, ആദ്യം തന്നെ ഫോർമുല അങ്ങ് എടുത്തെഴുതുക, ആൻസർ കിട്ടിക്കോളും. So gratuity is exempt to the least of the following. നമുക്കറിയാം ഏതൊക്കെയാണ്. ഇദ്ദേഹം പേയ്മെന്റ് ഓഫ് എംപ്ലോയീസ് നോട്ട് കവർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഓക്കെ, നോട്ട് കവർഡ് ആണ്. അപ്പൊ ഫോർമുല ഓർത്തേക്കണം, മറക്കല്ലേ. സോ നോട്ട് കവർഡ് ആയതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് നമുക്കറിയാം. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അല്ല, സോറി, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി. ഫസ്റ്റ് വൺ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി. Actual gratuity amount received is 50,000. Next one. ഫോർമുല ഓർക്കുന്നുണ്ടോ? നോട്ട് കവർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഫോർമുല പറയാവോ? ആക്ച്വൽ ഗ്രാറ്റുവിറ്റി, then ആക്ച്വൽ ഗ്രാറ്റുവിറ്റി, then പറയൂ. ആവറേജ് സാലറി ഇൻറ്റു 15/30 ഇൻറ്റു നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് അല്ലേ? സോ ഇറ്റ്സ് ഈക്വൽ ടു ആവറേജ് സാലറി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 10,000. 10,000 into 15/30 into നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുന്നത് എത്രയാ? 5 അല്ലേ? ഓക്കെ, സോ 10,000/2, that is 5,000. 5,000 into 5, 25,000 rupees. തേർഡ് വൺ 20 lakh. ഓക്കെ, സോ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ 25,000. So the taxable amount will be 50,000 minus 25,000, that is 25,000. 25,000 ആണ് ഇവിടെ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, ബേസിക് സാലറി നമുക്കറിയാം. ഇദ്ദേഹം റിട്ടയർ ചെയ്തത്
31/1/2023 ഓക്കെ, ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇദ്ദേഹം റിട്ടയേർഡ് ഓൺ 31/1/2023, വിച്ച് മീൻസ് ഇദ്ദേഹം he was receiving salary, that is basic plus DA and all, from April to January. അങ്ങനെ ജനുവരി അവസാനത്തെ ദിവസം ഇദ്ദേഹം റിട്ടയർ ആയി. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താ? പെൻഷൻ ആണ് ഇനി കിട്ടുന്നത്. സോ ഫെബ്രുവരി ടു മാർച്ച് ഇദ്ദേഹത്തിന്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്, റെമ്യൂണറേഷൻ എന്നത് കറക്റ്റ് ടേം അല്ല. ഇദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പെൻഷനാണ്. ഓക്കെ, സോ 10 മന്ത് ഇദ്ദേഹത്തിന് സാലറി കിട്ടിയിട്ടുണ്ട്, 2 മന്ത്സ് ഇദ്ദേഹത്തിന് പെൻഷൻ കിട്ടി. ഈ ഒരു കാര്യം മറക്കല്ല്, കാരണം ഇത് രണ്ടും നമുക്ക് ടാക്സബിൾ ആണ്. പെൻഷൻ ഫുള്ളി ടാക്സബിൾ ആണ്. കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എക്സംഷൻ എന്തെങ്കിലും വരുന്നുള്ളൂ. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ഓക്കെ, സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 16,000 പെർ മന്ത് ഇദ്ദേഹത്തിന് സാലറി കിട്ടിയിട്ടുണ്ട്. 16,000 പെർ മന്ത്. ഈ ആൻസർ ഒക്കെ കിട്ടിയല്ലോ അല്ലേ? സോ 16,000 ഇൻറ്റു 10 ഇദ്ദേഹത്തിന് ടോട്ടൽ സാലറി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ദെൻ പെൻഷൻ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് എത്രയാ? 30% ഓഫ് ബേസിക് സാലറി, ദാറ്റ് ഈസ് 3,000. സോ 3,000 ഇൻറ്റു 2, ടോട്ടൽ 6,000 rupees. സോ 6,000 rupees is the total പെൻഷൻ റിസീവ്ഡ്. പിന്നെ ലീവ് സാലറി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു, ഗ്രാറ്റുവിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ, ആൻസർ കിട്ടി. നെക്സ്റ്റ് വൺ, ഓക്കെ, ഈ ഒരു സൊല്യൂഷൻ കിട്ടിയായിരുന്നല്ലോ അല്ലേ? എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് തോന്നിയായിരുന്നോ നിങ്ങൾക്ക്? ഈ ഒരു ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഡൗട്ട് തോന്നിയോ? ഈ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഡൗട്ട് തോന്നിയോ? എന്തെങ്കിലും ഡൗട്ട് തോന്നിയോ? ഏതെങ്കിലും ഒരു സ്റ്റേജ് വെച്ച്? ഇല്ല, പറയൂ, റിപ്ലൈ താ. എല്ലാം ഈ ക്വസ്റ്റ്യൻ ത്രൂ ഔട്ട് വളരെ കംഫർട്ടബിൾ ആയിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. ഇതിന്റെ മീനിങ് ആർക്കെങ്കിലും അറിയാമോ? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഒക്കെ പറയാമോ? റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം ഷുവർലി. അത് തീർച്ചയായും ഞാനത് ഗ്രൂപ്പിലല്ല, നമ്മുടെ ഡെയിലി അസസ്മെന്റിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തേക്കാം. നോ ഇഷ്യൂ. ടെർമിനേഷൻ ഫ്രം ജോബ്, യെസ്. അതായത് എന്തെങ്കിലും ഒരു എക്കണോമിക് ഡിഫിക്കൽട്ടി ഓർഗനൈസേഷൻ ഉണ്ടാകുമ്പോൾ ആൾക്കാരെ പിരിച്ചുവിടുന്ന ഒരു പരിപാടി നമ്മൾ ഇപ്പോൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. ഇപ്പൊ അടുത്തിടയ്ക്ക് ഗൂഗിള്, യാഹു, പിന്നെ കുറെ ഇന്ത്യൻ കമ്പനീസ്, ട്വിറ്റർ, ഇവരൊക്കെ ഒരുപാട് എംപ്ലോയീസിനെ പെട്ടെന്നൊരു ദിവസം ഫയർ ചെയ്തു. അവരുടെ പെർഫോമൻസിന് ഇഷ്യൂ ഉണ്ടെന്നോ അല്ല, പക്ഷെ ഫയർ ചെയ്തതിന്റെ റീസൺ ഒരേ ഒരു റീസണേ ഉള്ളൂ. ദ കമ്പനി ഈസ് ഫേസിങ് സം ടൈപ്പ് ഓഫ് എക്കണോമിക് ഡിഫിക്കൽട്ടി. ഓക്കെ, ഡിക്രീസിങ് പ്രോഫിറ്റ് ഒക്കെ ഒരു റീസൺ ആണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആൾക്കാരെ പെട്ടെന്നൊരു ദിവസം പിരിച്ചുവിടേണ്ടി വന്നതിരിക്കാം. സോ അങ്ങനെ ആൾക്കാരെ ഫയർ ചെയ്യുമ്പോൾ ഇവർക്കൊരു കോമ്പൻസേഷൻ എമൗണ്ട് കൊടുക്കണം. സോ അങ്ങനെ കോമ്പൻസേഷൻ എമൗണ്ട് കൊടുക്കുന്നതിനും ഓഫ് കോഴ്സ് നമ്മൾ ടാക്സ് അടയ്ക്കണം. ഓക്കെ, ടാക്സ് അടയ്ക്കുക എന്നൊരു ഡ്യൂട്ടിയിൽ നിന്ന് ഈ പറയുന്ന കോമ്പൻസേഷൻ ഒന്നും ഒരു തരത്തിലും കോമ്പൻസേഷൻ ഒന്നും പ്രത്യേകിച്ച് റിലാക്സേഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്കൊരു ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണം എന്നതാണ് നമ്മുടെ നാട്ടിലെ പോളിസി. Okay, so retrenchment compensation as usual, least of the following is exempt. First one, average monthly salary into 15/26 into number of years of service. ഇവിടെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. Okay. Second one, then 5 lakh rupees. Statutory limit ആണ് 5 lakh rupees. Third one, actual amount. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
ഓക്കെ. പിന്നെ ഇവിടെ സാലറി എന്ന് പറയുന്നത് salary includes all amount excluding salary includes all amount excluding bonus and employers PF contribution. Okay, so salary includes all amount all, but excluding bonus and employers PF contribution. Okay. സോ റിട്രോച്ച്മെന്റ് കോമ്പൻസേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഫോർമുല പഠിച്ചു വയ്ക്കുക. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഫോർമുല. ഓക്കെ, 5,00,000 rupees അതുപോലെ ആക്ച്വൽ എമൗണ്ട്, പിന്നെ average monthly salary into 15/26 into number of years of service. Number of years of service, of course, നമുക്ക് ഈ എമൗണ്ട് റൗണ്ട് ചെയ്യാം. വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ഈസി ഫോർമുലയാണ് കമ്പാരിറ്റീവ്ലി. ഒരുപാട് ഡൈവേഴ്സിറ്റി ഒന്നും ഈ ഫോർമുലയിൽ ഇല്ല. നെക്സ്റ്റ് വൺ, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീമിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് സംസാരിച്ചായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഓക്കെ, സോ VRS. ഓക്കെ, കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെന്റ്. So list of the following is exempt. First one, actual amount. Second one, 5 lakh. Third one, higher higher of the following. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു 3 ഇൻറ്റു നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, ഓർ ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ലെഫ്റ്റ് ഫോർ എംപ്ലോയ്മെന്റ്. നമ്പർ ഓഫ് മന്ത്സ് ലെഫ്റ്റ് ഫോർ എംപ്ലോയ്മെന്റ്. ഫോർമുല പഠിക്കുക, സ്ട്രേറ്റ് ആയി നമുക്ക് അപ്ലൈ ചെയ്യാം. വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു ഫോർമുലയാണ്. പിന്നെ ഇവിടെ സാലറി എന്ന് പറയുന്നത്, സാലറി മീൻസ് ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. സ്ട്രേറ്റ് ആയി നമുക്കിത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഫോർമുല ഇത്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല ഈ ഒരു പ്രൊവിഷൻ പഠിച്ചു വരുമ്പോൾ സാലറിക്ക് പല സ്ഥലങ്ങളിലും പല ഇന്റർപ്രിട്ടേഷൻ ആണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തോന്നുന്നുണ്ടാവും, ഇതെന്താ ഓരോ സ്ഥലത്തും സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ രീതിയിലാണല്ലോ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ചിലയിടത്ത് ബേസിക് പ്ലസ് DA മാത്രം എടുത്താൽ മതി, ചിലയിടത്ത് ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എടുക്കണം, ചിലയിടത്ത് ബേസിക് പ്ലസ് DA പ്ലസ് കമ്മീഷൻ ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ എടുക്കണം, ചില സ്ഥലങ്ങളിൽ റൗണ്ട് ഓഫ് ചെയ്യണം, ചില സ്ഥലങ്ങളിൽ റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ? ശരിയാണ്. പക്ഷേ സാലറി എന്നൊരു ഹെഡിന്റെ ഒരു പ്രത്യേകതയായത്, പല സ്ഥലങ്ങളിൽ നമുക്ക് പല രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പ്രൊവിഷനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ആകെപ്പാടെയുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റെഗുലർലി ഈ ഒരു കൺസെപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊരു ഒരു ഫോർമുല ബുക്ക് വല്ലതും മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ഫോർമുല ബുക്ക് നിങ്ങൾ റെഗുലർലി വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അലവൻസസിലേക്ക് നമുക്ക് പതുക്കെ പോവാം. സോ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, അലവൻസസ്. അലവൻസസ് പറയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ഒരു ഫേവറേറ്റ് അലവൻസ് ഉണ്ട്. ഏതാണെന്നറിയാവോ? ഏത് എക്സാം നോക്കിയാലും നമുക്ക് ഈ അലവൻസ് കാണാൻ പറ്റും. ഏതാണ്? എനി ഐഡിയ? ഇല്ല, ഐഡിയ ഇല്ല. യെസ്, അതെ, ഹൗസ് റെന്റ് അലവൻസ്. ശരിയാണ്. പക്ഷെ ഇത് ഈസിയാ കേട്ടോ. അതായത് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല ഇതിന്. ഓക്കെ, വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. നമ്മൾ ഒരു തവണ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഫീൽ ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ ഒരു ഒപ്പീനിയനിൽ. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഇത്. സോ ഹൗസ് റെന്റ് അലവൻസ്, ഫസ്റ്റ് വൺ. ആസ് യൂഷ്വൽ, ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് വിൽ ബി എക്സംപ്റ്റ്. ഫസ്റ്റ് വൺ, HRA actually received. Second one, rent paid minus 10% of salary. Salary എന്താ നമുക്ക് നോക്കാം.
Third one, 50% of salary if the house is located in ഏതൊക്കെ സിറ്റീസ് ആണെന്നറിയാവോ? 50% ഓഫ് സാലറി ഉണ്ട്, 40% ഓഫ് സാലറി ഉണ്ട്. 50% ഓഫ് സാലറി എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സിറ്റീസ് ഏതൊക്കെയാണെന്ന് അറിയാവോ? ഏതൊക്കെയാണ് നമ്മുടെ ഈ മെയിൻ സിറ്റീസ് ഇന്ത്യയിലെ? യെസ്, മുംബൈ ഉണ്ട്. പിന്നെ യെസ്, അതെ, ശരിയാണ്. അതെ, നിങ്ങൾക്കറിയാം. ഓക്കെ, സോ 50% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾക്കറിയാം ആൻസർ. ചെന്നൈ ഉണ്ട്, ഡൽഹി ഉണ്ട്, മുംബൈ ഉണ്ട്, കൊൽക്കത്തയുണ്ട്. ഓക്കെ, ചെന്നൈ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത. കൊച്ചി ഉണ്ടോ? ഇല്ല. 40% ഓഫ് സാലറി എന്ന് പറയുന്നത് അതേഴ്സ്. ഈ ഫോർമുല പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഹൗസ് റെന്റ് അലവൻസ് ഒരു പാടുമില്ല. ഈ ഫോർമുല പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സാലറി എന്ന് പറയുന്നത് ബേസിക് പ്ലസ് ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് പ്ലസ് കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. ഇത് പഠിക്കണം, നമുക്ക് ഭയങ്കര റിലവൻ്റാ. ഓക്കെ, ഈ സാലറി ഡെഫിനേഷൻ നമുക്ക് ഭയങ്കര റിലവൻ്റാ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഫോർമുല പഠിച്ചല്ലോ അല്ലേ? നമുക്കിനി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഏതോ മൈക്ക് ഓണാന്ന് തോന്നുന്നു, ഒന്ന് ഓഫാക്കുന്നത് നല്ലതായിരിക്കും. ഏതോ ഒരു മൈക്ക് ഓണാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യാം. So Mr. A resides in Chennai. Basic salary 6 lakh per annum. Basic 6 lakh per annum. House rent allowance 1 lakh per annum. തരക്കേടില്ലാത്തൊരു എമൗണ്ട് ഹൗസ് റെന്റ് അലവൻസ് കിട്ടുന്നുള്ളല്ലേ. Then rent paid by him is 80,000 per annum. ഓ, നല്ലൊരു എമൗണ്ട് റെന്റ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ കമ്പ്യൂട്ട് എമൗണ്ട് ഓഫ് ടാക്സബിൾ ഹൗസ് റെന്റ് അലവൻസ്. സോൾവ് ചെയ്യുക, നിങ്ങൾ ചെയ്യുക, എളുപ്പമാണ്. ഓക്കെ, ആൻസേഴ്സ് 1-2 പേര് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. HR കമ്പ്യൂട്ടേഷൻ ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആ ഫോർമുല ഒന്ന് ശരിക്കും നോക്കിയാൽ മതി. So least of the following will be exempt. First one, 50% of salary, that is 3 lakh. Second one, actual house rent allowance, that is 1 lakh. Third one, then excess of rent paid, rent over 10% of salary, that will be 80,000 minus 60,000, that is 20,000. ഓക്കെ, ഇങ്ങനെ ഒരു എമൗണ്ട് ഉള്ളതുകൊണ്ട് ടാക്സബിലിറ്റി നല്ല രീതിയിൽ വരുന്നുണ്ട്. സോ ദ ലീസ്റ്റ് എമൗണ്ട് ഈസ് 20,000. സോ ബേസിക്കലി ഇവിടെ ടാക്സബിൾ ആയിട്ട് വരുന്നത് HR 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. 1 ലാഖിൽ നിന്ന് 20,000 റുപ്പീസ് മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റൂ. സോ ബാലൻസ് 80,000 വിൽ ബി ടാക്സബിൾ. ദാറ്റ്സ് ഇറ്റ്. എല്ലാവരുടെ ആൻസർ വന്നിട്ടില്ല, എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വൺ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. So Mr. A posted in Noida gets basic pay 90,000 per annum. Then HRA
13,500 per annum. Then rent 18,000 per annum. ഓക്കെ, കണ്ടുപിടിച്ചോ? ഇത്ര ഇൻഫർമേഷൻ പോരെ നമുക്ക്? ബേസിക് പേ ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ പിന്നെ സ്ട്രൈറ്റ് ആയി നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സാമിന്റെ എമൗണ്ട് എത്ര വരും? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ ലീസ്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ 40% ആണോ 50% ആണോ? 40 or 50? 40 or 50? എത്രയാ? 40, യെസ്. ഓക്കെ, അപ്പൊ പിന്നെ ഇവിടെ ബുദ്ധിമുട്ട് എന്താ ഉള്ളത്? ലീസ്റ്റ് എമൗണ്ട് നമുക്ക് സ്ട്രേറ്റ് അവേ പറയാമല്ലോ. ഫസ്റ്റ് വൺ 40% ഓഫ് സാലറി, ദാറ്റ് വിൽ ബി ടോട്ടൽ 90,000 പെർ ആനം ആണ്. സോ 36,000. സെക്കൻഡ് വൺ, then ആക്ച്വൽ എമൗണ്ട് എത്ര വരുന്നത് വെച്ചാൽ ഹൗസ് റെന്റ് അലവൻസ് 13,500. തേർഡ് വൺ, എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് അവർ 10% ഓഫ് സാലറി. എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് 18,000 ആണ്. 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ സാലറി എന്ന് പറഞ്ഞിരിക്കുന്നത് 90,000 ആണ്. 90,000 10%, ദാറ്റ് ഈസ് 9,000. സോ 9,000. സോ ഈ ഒരു കേസിൽ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 9,000. സോ HR കിട്ടിയത് 13,500 ആണ്. സോ 13,500 മൈനസ് 9,000. So the taxable HRI will be 4,500. യെസ്, രണ്ടുപേർക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം.